ഇന്ന് നമുക്ക് ബ്രെഡ് പുഡിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ കാരമലാക്കി എടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ കട്ട കെട്ടും. അതിനുശേഷം നമുക്കിതിനെ കാരമലാക്കി എടുക്കാം. ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കിതിനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യണം. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാരമലിന് കയ്പ്പ് രസം വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏതിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഈ കാരമൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ചെറിയ 2 പാത്രത്തിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പകുതിയാക്കിയിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വലിയ പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുഴുവനും അതിലേക്ക് ഒഴിച്ചാൽ മതി. ഇത് പെട്ടെന്ന് തന്നെ തണുത്ത് ഉറച്ചു വരും. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഞാനിവിടെ 6 വലിയ പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡിൻ്റെ 4 സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബ്രെഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. എൻ്റെ ഈ ഒരു ജാറിൽ ഈ മുഴുവൻ ബ്രെഡും പൊടിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി. നല്ലവണ്ണം പൊടിച്ചെടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കാം. ഒരു ടീസ്പൂൺ വെനില എസൻസ്, ഒരു നുള്ള് ഉപ്പ്, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, $50 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഞാനിവിടെ മധുരത്തിന് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തത്. അപ്പം മധുരം എനിക്ക് കുറച്ച് കുറവായത് കൊണ്ട് ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കാരമൽ ഒഴിച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഞാനിവിടെ 2 പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് പകുതി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി ഇതുപോലെ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് വലിയ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പം ചെറിയ ഒരു പാത്രത്തിൽ ഒരു തട്ട് പോലെ വെച്ചിട്ട് ഇതിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. നമുക്കിതിനെ അലൂമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് കവർ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മാത്രം മതി. കണ്ടാ, ജസ്റ്റ് ഇതുപോലെ ഞാൻ ഫോയിൽ വെച്ചിട്ടേ ഉള്ളൂ. നമുക്കിതിൽ കുറച്ച് ഹോളിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ഇതിനെ വേവിച്ചെടുക്കേണ്ടി വരും. നമുക്ക് ഫോയിൽ മാറ്റിയിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ കത്തി ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ പുഡിങ്ങിൻ്റെ സൈഡ് കത്തി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു പുഡിങ് ചെറിയ ചൂടോടുകൂടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അതല്ല, നിങ്ങൾക്ക് തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണിത്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വളരെ സോഫ്റ്റാണ് ഈ പുഡിങ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.